ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ വെറൈറ്റി കിട്ടിലം പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അവിൽ മിൽക്ക് പുഡിംഗ്. നമുക്ക് പെരുന്നാളിന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ശരിക്കും വെറൈറ്റി റെസിപ്പിയാണ്. ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ചൈന ഗ്രാസോ ജലാറ്റിനോ അങ്ങനത്തെ ഒരു ഐറ്റംസും വേണ്ട. നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി പുഡിംഗ് തന്നെയാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അവിൽ മിൽക്ക് പുഡിങ്ങിലേക്കുള്ള അവിലൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഫ്ലേവറൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർക്കുന്നതിന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കട്ടെ. ഞാനൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി കിട്ടുന്നവരെ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മുടെ നിലക്കടലയില്ലേ, കപ്പലണ്ടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ റോസ്റ്റ് ചെയ്ത് എടുക്കട്ടെ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ, വീട്ടിലുണ്ടെങ്കിൽ മതി, ഒട്ടും തന്നെ നിർബന്ധമില്ല. അണ്ടിപ്പരിപ്പ് മാത്രമായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിൽ ഇഷ്ടമുള്ളതിനനുസരിച്ച് അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു അളവ് ഞാൻ പറയാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ട്രേ ഇല്ലേ, അതിൻ്റെ അളവിലാണ് കേട്ടോ അവിലും കാര്യങ്ങളൊക്കെ വേണ്ടത്. പിന്നെ ഇത് നിങ്ങൾക്ക് കഴിക്കാൻ എത്രത്തോളം ഇഷ്ടമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒരു അളവ് പറയാതെ. അപ്പോൾ ഏത് ടൈപ്പ് അവിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ കാഷ്യൂം അവിലൊക്കെ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണേ. കാരണം നമ്മുടെ പാന് നല്ലപോലെ ഓൾറെഡി ചൂടായി കിടക്കുകയല്ല. അപ്പോൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിലൊക്കെ കറുത്ത്, അണ്ടിപ്പരിപ്പ് അവിലൊക്കെ കറുത്തിട്ട് ഒരു കരിവ് ഫ്ലേവർ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് തന്നെ എടുത്ത് വെക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലൊരു പുഡിംഗ് ട്രേ ആണ് കേട്ടോ. ഒന്നിക്കിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി കേട്ടോ. ഏതാണോ വീട്ടിൽ പൊതുവേ ചെയ്യുന്ന ആ ഒരു പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ പകുതിയോളം ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ ആദ്യം തന്നെ ഇടണ്ട. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പകുതി ഫസ്റ്റ് ലെയറായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ബൗളിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പാലിൻ്റെ ഒരു ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കണം, ഒരു ചെറിയൊരു മിക്സ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ നിർബന്ധമാണ് കേട്ടോ. കാരണം നമ്മളിതിൽ ചൈന ഗ്രാസ്, ജലാറ്റിന് അങ്ങനത്തെ ഒരു ഐറ്റംസ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഫ്ലോർ നിർബന്ധമാണ്. അപ്പോൾ ഇതാ ഞാൻ 3.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇത് ഏതും എടുക്കുക കേട്ടോ, ഏത് പാൽപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ. നമുക്ക് ഒന്നിക്ക് പാൽപ്പൊടി അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ നമ്മുടെ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, അങ്ങനെ ഏതെങ്കിലും ഒരു ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അടുത്ത 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും, നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് മധുരമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. കാരണം ചില ക്രീമിലൊക്കെ മധുരമാവും, പിന്നെ പാൽപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml 2 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ പുഡിങ്ങിന് അതിനനുസരിച്ചുള്ള ടേസ്റ്റ് വരും. എന്നിട്ട് നമുക്കിതുപോലെ ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സിംഗ് ഒക്കെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അല്ലാതെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ റെഡിയായി. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ. ജസ്റ്റ് ഒന്ന് പാല് തിളക്കുന്ന ആ ഒരു ടൈമേ വേണ്ടു. പിന്നെ ഒരുപാടൊന്നും വേവാനില്ലല്ലോ, കോൺഫ്ലോർ മാത്രമല്ലേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും, നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അരിയെ തന്നെ നിന്നിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. കാരണം പെട്ടെന്ന് കട്ട പിടിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ പാലിൻ്റെ മിക്സൊക്കെ ഇങ്ങനത്തെ കോൺഫ്ലോറൊക്കെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അടികട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. സ്റ്റീലിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അടിയൊന്നും കട്ടിയില്ലാത്ത പാനാണ്
ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈം തന്നെ കണ്ടില്ല നല്ലപോലെ ടൈറ്റായി കുറുകി വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണേ. കണ്ടില്ല നല്ലപോലെ തിളച്ച് വരുന്നു. പെട്ടെന്ന് തന്നെ കോൺഫ്ലോറിൻ്റെ ആ ഒരു വേവല്ലേ വേണ്ടുള്ളൂ, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അങ്ങനെ നമ്മുടെ പാലിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ ഞാൻ കാണിച്ചു തരാണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നു വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മിൽക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചൂടോടെ തന്നെ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു സെയിം പാനിൽ തന്നെ വെച്ചിരിക്കരുത്, അടിക്കൊക്കെ പിടിച്ച് പണി പാടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് സെറ്റാക്കി എടുക്കാനുള്ളതല്ലേ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഇടങ്ങൊന്ന് പോയി ഒന്നെല്ലാം കൂടി ഒന്ന് ലെവലായി കിട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബാക്കി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിലില്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അതിന് സിമ്പിൾ പുഡിങ് അല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. നമ്മളിത് കോൺഫ്ലോർ കൊണ്ട് ഉണ്ടാക്കിയ മിക്സാണെന്നൊന്നും പറയേയില്ല, അത്രയ്ക്ക് രുചിയുള്ള ആ ഒരു മിക്സൊക്കെയാണ് കേട്ടോ. ആ മിഡിൽ കിടക്കുന്ന ലെയറൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുഡിങ് 2 രീതിക്ക് കഴിക്കുക കേട്ടോ. ഒന്ന് ഇളം ചൂടോടുകൂടി കഴിക്കുക, അതും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലപോലെ തണുപ്പിച്ച് കഴിക്കുക. ഇതിലേതെങ്കിലും ഇഷ്ടമുള്ള രീതിക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു 3-4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മുടെ അവൽ മിൽക്ക് പുഡിങ് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയട്ടെ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ കണ്ടിട്ട് പോയിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലിട്ട് വെച്ച് കേട്ടോ, പെരുന്നാക്കൊക്കെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. നല്ല ആ ഒരു മിഡിലെ ലെയറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അലിഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ജലാറ്റിനോ ചൈന ഗ്രാസ് ഒന്നും ഇല്ലാതെ ടെൻഷനാവൊന്നും വേണ്ട കേട്ടോ. നല്ലപോലെ തന്നെ കണ്ടില്ലേ സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാം, നിങ്ങൾക്ക് അവിൽ നല്ല രീതിക്ക് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലിട്ട് ഈ ഒരു ലെയറില്ലേ, ഈ ലെയർ സെർവ് ചെയ്യാൻ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുന്നേ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കഴിക്കേണ്ടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുന്നേ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കാരണം എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അതുകൊണ്ടെല്ലാം മൊത്തത്തിൽ ചൂടോടെ തന്നെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏത് രീതിക്കാണോ താല്പര്യം അങ്ങനെ ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏതും ടേസ്റ്റ് തന്നെയാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ നല്ല മിക്സായിട്ട് കഴിക്കുക. കട്ട് ചെയ്തിട്ടൊക്കെ ഓരോ പീസായിട്ട് സെർവ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വിരുന്നുകാരുടെ മുന്നിൽ സ്റ്റാർ ആയിക്കും. അപ്പോൾ ഇപ്പം തന്നെ പോയിട്ടുണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്